മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ശശി തരൂര് വീണ്ടും മോദി സ്തുതിയായി എത്തിയോ എന്നാണ് നമ്മുടെ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ ലേഖനം ഒന്ന് പരിശോധിക്കാം. ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയാം. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏതൊരു മനുഷ്യൻ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞാലും അവരെ സംഖ്യയാക്കിയോ മോദി സ്തുതിപാഠകരാക്കിയോ നമ്മുടെ മാധ്യമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ ഗുണം തന്നെയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംഘി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് തരൂരായാലും ഒന്ന് ചിന്തിച്ചു പോകും, ഞാൻ ഓൾറെഡി സംഖ്യയാണല്ലോ, പിന്നെ എന്തുകൊണ്ട് BJP-യിൽ മെമ്പർഷിപ്പ് എടുത്തുകൂടാ എന്ന്. അത്തരത്തിൽ ഏതായാലും ശശി തരൂരിനെ BJP മെമ്പർഷിപ്പ് എടുപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ. യഥാർത്ഥത്തിൽ അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ കോൺഗ്രസിന് വേണ്ടി തന്നെയാണ് വാദിച്ചത്. എന്നാൽ അദ്ദേഹം കുറച്ച് യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞ് ഞാൻ ചെറിയൊരു ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. വളരെ തുടക്കത്തിലുള്ള ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിലെ തിളങ്ങുന്ന താരമായി ഇന്ത്യ ഉയർന്നു വരുമ്പോഴും രാജ്യത്തിന്റെ ഹൃദയഭൂമിയിൽ ഇരുണ്ട നിഴൽ വീഴ്ത്തിക്കൊണ്ട് അക്രമാസക്തമായ ഒരു മാവോയിസ്റ്റ് കലാപം വളരുന്നുണ്ടായിരുന്നു. 1.5 പതിറ്റാണ്ടോളം ചുവപ്പ് ഇടനാഴി എന്നറിയപ്പെട്ടിരുന്ന മേഖല ക്രമേണ വികസിച്ചു. ദാരിദ്ര്യം പിടിമുറുക്കിയ ഗ്രാമങ്ങളിൽ വിപ്ലവകരമായ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾക്ക് വേരോട്ടം ലഭിച്ചതായിരുന്നു ഇതിന് കാരണം. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്ന് വിശേഷിപ്പിച്ചത് പോലെ ഇന്ത്യ നേരിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളിയായി അത് മാറി. എന്നാൽ ഈ വെല്ലുവിളിയെ നേരിടാൻ തങ്ങൾക്ക് കെൽപ്പുണ്ടെന്ന് ഇന്ത്യ തെളിയിച്ചിരിക്കുന്നു. 2013 126 ജില്ലകളിലായി വ്യാപിച്ചു കിടന്നിരുന്ന റെഡ് കോറിഡോർ കഴിഞ്ഞ വർഷത്തോടെ വെറും 11 ജില്ലകളിലേക്ക് ചുരുങ്ങി. ഈ ലേഖനത്തിൽ ഉടനീളം ശശി തരൂർ വളരെ വ്യക്തമായിട്ട് മൻമോഹൻ സിംഗിനെയും UPA സർക്കാരിനെയും പരമാവധി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. UPA സർക്കാരിന്റെ ആശയമാണ് മോദി സർക്കാർ നടപ്പിലാക്കിയത് എന്നാണ് തരൂർ വിളിച്ചു പറയുന്നത്. എന്നാൽ ബോധമുള്ള ഏതൊരു മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പോരെ, 2013 126 ജില്ലകളിലായിട്ട് മാവോയിസ്റ്റ് ഭീകരർ വലിയ രീതിയിൽ വ്യാപിച്ചു കിടന്നിരുന്നു. 65 വർഷക്കാലം രാജ്യം കോൺഗ്രസ് ഭരിച്ചപ്പോഴും ആഗ്രഹവും ആശയവുമായിട്ടാണ് നടന്നിരുന്നത്. എങ്ങനെയാണ് UPA സർക്കാരിന് ഇടത് ആളുകൾ അനുകൂലിക്കുന്ന മാവോയിസ്റ്റുകളെ അടിച്ചമർത്താൻ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. കാരണം എന്താ, ഈ UPA സർക്കാർ നിലനിന്ന് മുന്നോട്ട് പോയതുപോലും ഇടത് MP-മാരുടെയും ഇടത് ആളുകളുടെയും പിന്തുണയോടുകൂടിയാണ്. അപ്പൊ ഇടത് അനുകൂലിക്കുന്ന മാവോയിസ്റ്റ് ആളുകളെ എങ്ങനെയാണ് UPA സർക്കാരിന് ഒരു കാലത്തും അടിച്ചമർത്താൻ സാധിക്കൂല, ഒരു കാലത്തും അവർക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ സാധിക്കൂല എന്നുള്ളത് സകല മലയാളികൾക്കും അറിയാം. എന്നാൽ തരൂർ ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയ്ക്ക് പരമാവധി UPA സർക്കാരിന്റെ ആശയം നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ തന്നെയാണ് വിളിച്ചു പറയുന്നത്. ഇതിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, കോൺഗ്രസ് സർക്കാർ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം മറ്റൊരു ബംഗ്ലാദേശ് പോലെ ആവുമായിരുന്നു. നിങ്ങൾ കേട്ടില്ലേ, 126 ജില്ലകളിൽ 2013 ഇവിടെ മാവോയിസ്റ്റ് ആളുകൾ ഉണ്ടായിരുന്നു, ആയുധമേന്തിയ ആളുകൾ. എന്നാൽ 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത് മുതൽ ഈ മാവോയിസ്റ്റ് ഭീഷണിയെ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ വളരെ വലിയ രീതിയിൽ തുടച്ചു നീക്കാൻ തന്നെയാ ശ്രമിച്ചത്. ഇതിൽ കൃത്യമായിട്ട് ശശി തരൂര് ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇരുമ്പ് മുഷ്ടി, സർക്കാരിന്റെ ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തി. എന്നാൽ അത് വികസനത്തിന്റെ അവർക്ക് സഹായം ചെയ്തു കൊടുത്തത് സ്വാന്തനമായിട്ട് അവിടെ വലിയ രീതിയിൽ വികസനങ്ങളും നടന്നു. അത് നല്ല കാര്യം. ഇരുമ്പ് മുഷ്ടി ഉപയോഗിക്കേണ്ടിടത്ത് ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യം മറ്റൊരു ബംഗ്ലാദേശോ മറ്റൊരു പാകിസ്ഥാനോ മറ്റൊരു ഇറാനോ ഒക്കെ ആയി പോവുമായിരുന്നു. കൃത്യമായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഈ അടുത്തല്ലേ അമിത്ഷാ വലിയ പ്രഖ്യാപനം രാജ്യത്ത് നടത്തിയത്, വരുന്ന 2026 മാർച്ചില് നമ്മുടെ രാജ്യം മാവോയിസ്റ്റ് മുക്ത രാജ്യമാവുമെന്ന്, അകല മാവോയിസ്റ്റുകളെയും തുടച്ചു നീക്കുമെന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് കേട്ട് നമ്മുടെ രാജ്യത്തെ ഇടത് കേന്ദ്രങ്ങൾ വിറളി കൊണ്ട് വളരെ വലിയ പല രീതിയിലുള്ള നീക്കങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്താൻ ശ്രമിച്ചു.
അതിനൊക്കെ പുല്ല് വില കൊടുത്തുകൊണ്ട് നിരത്തലങ്ങ് തുടങ്ങി. ഇതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ രാജ്യത്ത് സംഭവിച്ചോ? ഒരുപാട് മാവോയിസ്റ്റ് നേതാക്കന്മാര് ആയുധം താഴെ വെച്ച് കീഴടങ്ങി. ഇതൊന്നും വെറുതെ പറയല്ല. ഞാൻ ഉദാഹരണത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് മുന്നോട്ട് വെക്കാം. ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ആർക്ക് വേണമെങ്കിലും ഒന്ന് പരിശോധിച്ചാൽ ലഭിക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു ഫോട്ടോ കൊടുത്തത് കണ്ടില്ലേ? കൃത്യമായിട്ട് പറയുന്നു, 43 വർഷങ്ങൾക്ക് ശേഷം കീഴടങ്ങിയ മുൻ CPI മാവോയിസ്റ്റ് നേതാവ് പോത്തുല പത്മാവതിക്ക് തെലുങ്കാന DGP ഡോക്ടർ ജിതേന്ദർ ശനിയാഴ്ച ഹൈദരാബാദിൽ വെച്ച് 25 ലക്ഷം രൂപയുടെ ക്യാഷ് പാരിതോഷികം കൈമാറി. അതായത് ആയുധം താഴെ വെച്ച് രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളോട് വിശ്വസിച്ചുകൊണ്ട് തിരിച്ചു വരുന്നവരെ സ്വീകരിക്കാൻ അവർക്ക് സമ്മാനങ്ങൾ പോലും പ്രഖ്യാപിച്ചു തന്നെ കേന്ദ്ര സർക്കാർ രാജ്യത്ത് ഈ പറയുന്ന മാവോയിസ്റ്റ് ഭീഷണി അങ്ങ് തുടച്ചു നീക്കുന്നത്. ആയുധം വെച്ച് വരുന്നവരെ സ്വീകരിക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നു. അത് കേൾക്കാത്ത ആളുകൾക്ക് പിന്നാലെയാണ് ഇരുമ്പ് മുഷ്ടി പ്രയോഗം കൃത്യമായിട്ട് തുടച്ചങ്ങ് നീക്കിയത്. ഇന്ന് ശശി തരൂര് പോലും പറയുന്നു 126 ജില്ലകളിൽ നിന്ന് അത് 11 ജില്ലകളിലേക്ക് ഒതുങ്ങി. എന്നാൽ അമിത്ഷാ പറയുന്നു മാർച്ചോടുകൂടി സകല മാവോയിസ്റ്റുകളെയും ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന്. നമ്മുടെ രാജ്യത്ത് മാവോയിസ്റ്റ് ഭീഷണിയുണ്ട്, ജിഹാദി ഭീഷണിയുണ്ട്. ഇതിനൊക്കെ തന്നെ ജിഹാദി ഭീഷണിയും ഇതേപോലെ തന്നെ മറ്റൊരു വേർഷനാണ്. അതിനെതിരെയും മാവോയിസ്റ്റ് ഭീഷണിക്കെതിരെയും ഇതുപോലെ നിലപാടെടുത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്നത് കൊണ്ടാ ഞാനും നിങ്ങളുമൊക്കെ സമാധാനത്തിൽ, സുരക്ഷയിൽ, സൗകര്യങ്ങളിൽ ഈ രാജ്യത്ത് മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയ പ്രത്യേകിച്ച് ശശി തരൂര് അന്താരാഷ്ട്ര വിഷയങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു നേതാവ് കൂടിയാ. ഈ രാജ്യം സുരക്ഷയിൽ വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന്റെ കാരണം നരേന്ദ്രമോദി സർക്കാരാണ് എന്ന് കോൺഗ്രസിലെ മറ്റാരേക്കാൾ നന്നായിട്ട് തരൂര് മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹം വിളിച്ചു പറയുന്നു, ബോധമുള്ള സകല മലയാളികൾ മനസ്സിലാക്കുക, ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് കൊണ്ടാ നമ്മൾ സമാധാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു തർക്കമില്ലാത്ത വിഷയ. UPA സർക്കാർ ഭരിക്കുന്ന സമയത്ത് 126 ജില്ലകളിൽ ആയുധമേന്തിയ മാവോയിസ്റ്റ് ഭീകരർ ഉണ്ട് എന്നുള്ളതൊരു എത്ര ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയ. നമ്മുടെ രാജ്യം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ആഭ്യന്തര വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മാവോയിസ്റ്റുകളായിരിക്കുമെന്ന് മൻമോഹൻ സിംഗ് പ്രഖ്യാപിച്ചിരുന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രഖ്യാപിച്ചിരുന്നു എന്ന് പോലും തരൂര് വിളിച്ചു പറയുന്നുണ്ട്. ആ വെല്ലുവിളിക്കെതിരെ കോൺഗ്രസിന് ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും സകലരും തിരിച്ചറിയണോ. ഈ 126 ജില്ലകളിലെ മാവോയിസ്റ്റുകളെ നരേന്ദ്രമോദി സർക്കാർ അമിത്ഷായുടെ നേതൃത്വത്തിൽ അതങ്ങ് തുടച്ചു നീക്കിയിട്ടുണ്ട്. ഇതൊക്കെ രാജ്യത്ത് വലിയ വിപ്ലവകരമായ വികസനമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. നമ്മുടെ രാജ്യത്ത് ഒരേപോലെ വികസനങ്ങൾ നടക്കുന്നു, ഒരേപോലെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഇതുപോലെയൊക്കെ നരേന്ദ്രമോദി സർക്കാർ അല്ലാതെ ലോകത്ത് മറ്റേതെങ്കിലും ഒരു സർക്കാർ ഇത്രയും ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എതിരാളികളായിട്ടുള്ള ശശി തരൂര് പോലും രംഗത്തെത്തിയിട്ട് യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയല്ലേ. ഇതൊക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയുക.